യുക്രൈനിൽ റഷ്യ വീണ്ടും മിസൈൽ ഡ്രോണാക്രമണം നടത്തിയിരിക്കുകയാണ്. ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിൽ റഷ്യ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തിയത്. റഷ്യ ഏതാണ്ട് 598 ഡ്രോണുകളും 31 മിസൈലുകളും യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവെന്നാണ് യുക്രൈൻ എയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 3 പേർ കുട്ടികളാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവർ 2, 14, 17 വയസ്സ് പ്രായമുള്ളവരാണെന്നാണ് കീവ് നഗരത്തിലെ ഭരണകൂടത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചേക്കാമെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ റഷ്യ തൊടുത്ത 563 ഡ്രോണുകളും 26 മിസൈലുകളും തകർക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്തതായാണ് യുക്രൈൻ വ്യോമസേന പ്രതികരിച്ചത്. ചർച്ചകൾക്ക് പകരം ബാലിസ്റ്റിക് ആണ് റഷ്യ തിരഞ്ഞെടുക്കുന്നതെന്നായിരുന്നു ആക്രമണത്തിന് ശേഷം എക്സ് പോസ്റ്റിലൂടെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും എന്നാൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നിശബ്ദത പാലിക്കുന്നവരുമായ എല്ലാവരിൽ നിന്നും പ്രതികരണം പ്രതീക്ഷിക്കുന്നുവെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. അതേസമയം ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടതായി റഷ്യൻ വാർത്താ ഏജൻസികളായ ഇന്റർഫാക്സും RIAയും റിപ്പോർട്ട് ചെയ്തു. ഹൈപ്പർസോണിക് കിൻസാൽ മിസൈലുകൾ, ഡ്രോണുകൾ, ഉയർന്ന കൃത്യതയുള്ള വായുവിലൂടെ വിക്ഷേപിക്കുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവ ഓപ്പറേഷൻ ഉപയോഗിച്ചതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. യുക്രൈനിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യോമതാവളങ്ങൾ, ഒരു രഹസ്യാന്വേഷണ കപ്പൽ എന്നിവയായിരുന്നു റഷ്യൻ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ കിഴക്കൻ യുക്രൈനിലെ നെലിപിവ്ക എന്ന ഗ്രാമം പിടിച്ചെടുത്തതായും റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. യുദ്ധമുഖത്തെ തന്ത്രപരമായ മുന്നേറ്റമായാണ് റഷ്യ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മിസൈൽ ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ കെട്ടിടത്തിനും കഴിഞ്ഞ ദിവസം നടന്ന റഷ്യൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ പ്രതിനിധി സംഘത്തിലെ ജീവനക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ലെന്നും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൾഡർ ലൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തി സമാധാന ചർച്ചകളിൽ പങ്കാളികളാവാൻ യൂറോപ്യൻ യൂണിയൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈന്റെ 102 ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത്. ഇവയെല്ലാം റഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടന്നതിന് പിന്നാലെയും റഷ്യ യുക്രൈനിൽ ശക്തമായ വ്യോമാക്രമണം തൊടുത്തുവിട്ടിരുന്നു. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയതെന്നായിരുന്നു അന്ന് യുക്രൈനിയൻ എയർഫോഴ്സിന്റെ ആരോപണം. 574 ഡ്രോണുകളും 40 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആ റഷ്യൻ ആക്രമണം. ആക്രമണത്തിൽ അന്ന് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. സെലൻസ്കിയും ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഏതാണ്ട് 1000-നടുത്ത് ദീർഘദൂര ഡ്രോണുകൾ റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുക്രൈന്റെ വെടിനിർത്തൽ നിർദ്ദേശവും പുടിനുമായി നേരിട്ട് സംസാരിക്കാമെന്ന സെലൻസ്കിയുടെ നിർദ്ദേശവും അടക്കം നടന്നുവരുന്ന സമാധാന ചർച്ചകൾക്കെല്ലാം തുരങ്കം വെക്കുന്ന നീക്കമാണ് പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സംഭവത്തിന് പിന്നാലെ യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയെ കുറ്റപ്പെടുത്തിയിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അന്ത്യം നീളുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.